PC ജോർജ് സ്വന്തം നാട്ടുകാർ പോലും വെറുക്കുന്ന വിഴുപ്പായി മാറിയോ? ജോർജിന് പറ്റിയത് എന്താണ്? എവിടെയാണ് പിഴച്ചത്? മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്ന നാട്ടിൽ ജനിച്ച് ജീവിച്ച് ആ നാടിന്റെ സ്നേഹം അറിഞ്ഞു വളർന്ന ഒരാൾ എത്ര വേഗം ഈ നാടിനെ വെറുത്തുവെന്നത് ആ മനുഷ്യന്റെ നാശത്തിന്റെ തുടക്കമല്ലേ? അയാൾക്കറിയാം ഈ നാട് എന്താണെന്നും നാട്ടുകാർ എന്താണെന്നും. എന്നിട്ടും ജോർജ് വർഗീയം പറഞ്ഞ് ആ നാടിനെ ഒറ്റിക്കൊടുത്തു. ഇല്ലാ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. ജോർജെ, നിങ്ങൾ കരുതി നിങ്ങൾ വിജയിക്കുമെന്ന്. വിജയിച്ചാൽ കരുതി വെച്ച ആയുധങ്ങളെടുത്ത് ആക്രമിക്കാമെന്നും കരുതി. പക്ഷെ നിങ്ങൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചു. അതാണ് ചില സമയങ്ങളിലെ ദൈവത്തിന്റെ കരങ്ങൾ. പൂഞ്ഞാർ പള്ളിയിലുണ്ടായ വെറുതെ ചെവിക്ക് പിടിച്ച് ഉപദേശിച്ചു വിടേണ്ട വിഷയത്തെ പോലും താങ്കൾ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. ആ വിഷയത്തിന്റെ തുടക്ക സമയത്ത് താങ്കൾ കുഴിച്ച കുഴിയിൽ പലരും വീണു. സത്യം അറിയാവുന്ന പലരും താങ്കളുടെ കുഴിയിൽ വീണു. പക്ഷെ ചിലരെ ദൈവം തന്നെ ആ കുഴിയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. ജോർജെ, താങ്കൾ കുഴിച്ച കുഴി ഇപ്പോൾ താങ്കൾക്ക് നേരെയും ആ കുഴി കുഴിച്ച ആളുകൾക്കെതിരെയും തിരിഞ്ഞു അല്ലേ? താങ്കളെ തോൽപ്പിച്ചു മതിയായില്ല മലയാളികൾക്ക്. താങ്കളെ പോലെ വലിയ പ്രതീക്ഷയിലായിരുന്നു പത്തനംതിട്ടക്കാരും. BJP ജോർജിന് തന്നെ പത്തനംതിട്ട സീറ്റ് തരുമെന്ന് കരുതി. പക്ഷെ BJP നിരാശരാക്കി. ജോർജിനെ പോലെ പത്തനംതിട്ടക്കാരും നിരാശരായി. ജോർജെ, ഇനിയൊരംഗത്തിന് താങ്കൾക്ക് ബാല്യമുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ സ്വതന്ത്രനായി മത്സരിക്കണം. പൂഞ്ഞാറിൽ പണ്ട് മത്സരിച്ചതുപോലെ. വലിയ ആത്മവിശ്വാസമല്ലേ? മത്സരിക്കണം. പത്തനംതിട്ടക്കാർ കാത്തിരിക്കുക താങ്കളെ. ജോർജിനോട് ഒന്നേ പറയുവാനുള്ളൂ. താങ്കൾ ഭൂലോക മണ്ടനാണ്. ലോക പരാജയമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി.